we have to have an imaginary talk. സാങ്കല്പികമായിട്ടുള്ള ഒരു സംസാരമാണ്. നിങ്ങളെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഇത് ഇമാജിനേഷൻ ആണ്. ഓക്കെ, ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ ആ സ്ഥലത്ത് നിങ്ങൾ എന്തൊക്കെയോ കാണുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ അനുഭവിക്കുന്നു. ആ സംഭവം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറയാം, ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യുന്ന സ്കിൽസ് എന്ന് പറയുന്നത് ഒന്ന് ഫസ്റ്റ് കോൺഫിഡൻസ് ആണ്. ഏത് ആക്ടിവിറ്റി ആണെങ്കിലും കോൺഫിഡൻസ് ആണ്. രണ്ട് എക്സ്പ്രഷൻ. ഐഡിയ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. റിയൽ എസ്റ്റേറ്റിലുള്ള ബിൽഡേഴ്സ് എല്ലാം, ഹൈലൈറ്റ് ബിൽഡേഴ്സ്, ഇങ്ങനെയുള്ള കുറെ ബിൽഡേഴ്സ് ഉണ്ട്. അതെല്ലാം ഐഡിയ ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് മലയാളത്തിൽ നന്നായിട്ട് ഐഡിയ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോ ഷെറീന MM, ഞാൻ നിങ്ങളോട് മൂന്നാമത്തെ തവണയാണല്ലോ പറയുന്നത്. നിങ്ങൾ ക്യാമറ ഓപ്പൺ ചെയ്യാതിരുന്നാൽ ഇതൊക്കെ സംഭവിക്കും, അതാണ് പ്രശ്നം. ഓക്കെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ലല്ലോ. സോ എല്ലാവരും ദയവ് ചെയ്ത് ക്യാമറ വീഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇതൊരു ഫോൺ കോളോ അല്ലെങ്കിൽ ഓഡിയോ പ്രോഗ്രാം അല്ലല്ലോ, വാട്സപ്പിൽ നടക്കുന്ന പോലെയുള്ള ഒരു ഓഡിയോ പ്രോസസ് അല്ല. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പിന്നെ കൂടുതൽ മോട്ടിവേഷന്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇമാജിനറി ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കല്പികമായിട്ട് നമ്മൾ സംസാരിക്കുന്നതിനാണ് ഇമാജിനറി ടോക്ക് എന്ന് പറയുന്നത്. അതിനൊരു പേര് കൊടുത്തുന്നുള്ളൂ. ഓക്കെ, ഈ ആക്ടിവിറ്റി ഒക്കെ നിങ്ങൾ ഒരു പക്ഷെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. എന്തായാലും ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത സംഭവമാണ്. പക്ഷെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ സ്ഥാപിക്കാനൊന്നും പറ്റില്ല. ഇത് പലരും മുമ്പ് ചെയ്തിട്ടുണ്ടാവും. സോ ചെയ്യേണ്ടതാണ്, നിങ്ങളെ ചിലപ്പോ ബീച്ചിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ബീച്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്തൊക്കെ കാണുന്നു, നിങ്ങൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഇതൊക്കെയാണ് പറയേണ്ടത്. ഷെറീന എന്ന് പറഞ്ഞ ആളെ ഇനി ഇവിടെ വെച്ചേക്കാൻ പറ്റില്ല കേട്ടോ. ബീച്ചിലേക്കൊക്കെ വരുമോന്ന്. ഓക്കെ, ഗുഡ് ബൈ. 3 അവസരം കൊടുത്തു, പിന്നെയും അവര് വീണ്ടും ഓക്കെ അവരെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് ഇപ്പൊ എന്തായാലും ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ സോറി ഫോർ ദാറ്റ്. എനിവേ, നിങ്ങള് ബീച്ചിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ രണ്ടാമത്തെ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഇന്നലെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, മിനിഞ്ഞാന്ന് അറ്റൻഡ് ചെയ്തത്. അപ്പൊ ഞാൻ പണ്ടൊരു 10-25 വർഷം മുമ്പ് എന്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ സ്പോക്കൺ ഇംഗ്ലീഷിന് കുറച്ച് ദിവസം അറ്റൻഡ് ചെയ്തിട്ട്, അപ്പൊ ഇതിന്റെ അവർ സ്റ്റാർട്ടിങ്ങിൽ ഗ്രാമറാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾ ഗ്രാമറൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞോ? ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഇതേപോലെ സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ. ഞാൻ എപ്പോഴും ഫുള്ളായിട്ട് പഠിച്ചിട്ടുണ്ടായില്ല, കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും അറിയാവുന്ന മാത്രമേ ഉള്ളൂ. ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. അപ്പോ ഇതില് ഓൾറെഡി ഇത് പഠിപ്പിച്ചു കഴിഞ്ഞോ? ഗ്രാമർ എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞോ? അറിയാൻ പാടുള്ളത് ചോദിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ചോദ്യം കഴിഞ്ഞോ? ചോദ്യം പൂർണ്ണമായോ? ഓക്കെ, ഇനി ഞാൻ പറയാം. അതായത് ഇവിടെ നമ്മള് ഒരു പഠന രീതി എന്നുള്ള സിസ്റ്റമേ ഇല്ല. നമ്മൾ സ്കൂളിൽ, കോളേജിൽ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഇങ്ങനെ തരും. ഓൺലൈൻ ട്രെയിനിങ് ആണെങ്കിലും നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ഓരോ വർക്ക് തരും. ഇത് നാളെ ചെയ്യണട്ടോ, ഒരുപാട് ലോഡ് ഇങ്ങനെ കൂടി കിടക്കും. ഇവിടെ അങ്ങനെ പഠിപ്പിക്കുന്ന സിസ്റ്റം ഇല്ല. ഇവിടെ എന്താണ്, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾ അറബി ചിലപ്പോ പറയുന്നുണ്ടാവും, എങ്ങനെ അറബി പഠിച്ചത്? അറബിക്കിലെ എല്ലാ ഗ്രാമറും പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, നിങ്ങൾ സംസാരിച്ചിട്ടല്ല പഠിച്ചത്. ആ ഒരു മെത്തേഡാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. 6-7 ദിവസമായിട്ടുള്ളൂ. ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ബേസിക് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതില് ഫസ്റ്റ് സെഷൻ, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് അങ്ങനെയൊന്നുമില്ല. ആർക്കും എപ്പോഴും ജോയിൻ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ ഗ്രാമർ പഠിക്കാതെ ഗ്ലാമർ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ചില ചേഞ്ചുകൾ വരും. ഇതിപ്പോ 6ാമത്തെ ക്ലാസ് ആണോ സർ? അതെ, നേരം വൈകി എന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ടതില്ല. കാരണം ഇതിന് എന്തില്ല, ഒരു ഇംഗ്ലീഷ് പഠിക്കുക അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതിന് A മുതൽ Z വരെ അങ്ങനെ പോകണമെന്നൊന്നുമില്ല. ഓക്കെ, സോ ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട്. ചിലതൊക്കെ നമുക്ക് ഇവിടെ പ്രയോഗിക്കാം. എന്താണ്
വേഗം പറയൂ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതിന് ഫീ ഒന്നുമില്ല. ആരോ ഫീ അങ്ങനെ എന്തോ ചോദിച്ചു. ഇത് ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. ഓക്കെ, നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുക, എൻജോയ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. There is no other talk. Okay, so imaginary talk. You have to imagine something and you have to bring some ideas to your mind and try to speak. If you fall down, don't worry. That's a moment for you to get up with full energy and power, and you can keep on speaking. Just try to open your mouth. That is the first step to learn English. First, open your mouth, just speak. Don't worry about English grammar. I don't know English grammar completely, so don't worry about that. ഇപ്പോ നമ്മള് ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ചിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്, നിങ്ങളുടെ കൂടെ പലരും ഉണ്ടാവും, ആരെയും നിങ്ങൾക്ക് കൂട്ടാം. ഓക്കെ, ഇത് ഇമാജിനറി ടോക്കാണ്. ഇതിലൊന്നും തെറ്റിദ്ധാരണ ഒന്നും വരാനൊന്നും പാടില്ല. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഓക്കെ, ചിലപ്പോ കോളേജിൽ നമ്മൾ ആക്ടിവിറ്റി കൊടുക്കും പ്രൊപ്പോസ് ചെയ്യാൻ. അപ്പോ ചില കുട്ടികൾ ഭയങ്കര സീരിയസ് ചെയ്യാൻ പ്രൊപ്പോസ് ചെയ്യാൻ. അപ്പോ ചില ആളുകൾ അത് ഭയങ്കരമായിട്ട് അവര് അത് നെഗറ്റീവായിട്ട് എടുക്കും, ചില ആളുകൾ പോസിറ്റീവായിട്ട് എടുക്കും. പക്ഷെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽമാരോ ഒന്നും എന്തെയില്ല, നമ്മളോട് അങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്യാൻ പാടില്ല കേട്ടോ, അങ്ങനത്തെ മ്യൂസിക് ഒന്നും ഇടാൻ പാടില്ല കേട്ടോ, അത് കുട്ടികൾക്ക് DJ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ നമ്മളെന്താണ് കുട്ടികളുടെ സൈക്കോളജി തിരിച്ചറിഞ്ഞിട്ട് അവരുടെ താല്പര്യം ഏത് മേഖലയിലാണ് അവിടെയാണ് നമ്മൾ പിടിക്കുക, അല്ലെ? വീക്ക്നെസ്സിൽ പിടിക്കുക എന്നുള്ളതാണ്. അവരുടെ താല്പര്യത്തിൽ പിടിച്ച് തൂങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ഓരോ ചെറിയ ഡോസുകൾ കൊടുക്കും. സോ ഇവിടെ നമ്മൾ പറയുന്നതിൽ ആരും ഒന്നും ഒരു നെഗറ്റീവും ചിന്തിക്കാൻ പാടില്ല, കംപ്ലീറ്റ് പോസിറ്റീവ് ആയിരിക്കണം. കാരണം ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, സോ നമ്മൾ ബീച്ചിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ ആരും ആവാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, നിങ്ങളുടെ വൈഫ് ആവാം, നിങ്ങളുടെ കുട്ടികളാവാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, anybody. So now you are in the beach, you have to speak something. Oh my god, what I see now, wow, sunset. I have never seen this scene before in my life. This is first time. Oh gosh, fantastic, captivating. I can't believe my eyes. Hey bro, come here, look. Can we just take a click? Can you please give your iPhone, because my phone is very not having better clarity, please. Oh wow, very good. What a good picture. ഇതുപോലെ എന്തെങ്കിലും സംസാരിക്കാന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എന്റെ മനസ്സിലേക്ക് കിട്ടി, ഇതൊന്നും പ്ലാൻഡ് അല്ല കേട്ടോ, ഇതൊന്നും പ്ലാനിങ്ങോട് കൂടിയിട്ട് പ്ലാനിങ്ങോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിലും എത്രയോ അടിച്ചു മിന്നി നല്ല രീതിയിൽ പറയും. ഓക്കെ, അപ്പോ തെറ്റിയാലൊന്നും കുഴപ്പമില്ല. ആദ്യം ഇപ്പൊ നേരത്തെ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് ഫസ്റ്റ് ചാൻസ്. നേരത്തെ ആക്ടിവിറ്റിയിൽ ഒന്നും പങ്കെടുക്കാത്ത ആളുകൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ്. യെസ്, ആരാണ് ആദ്യം പറയുന്നത്? നിങ്ങളിപ്പോ ബീച്ചിലാണ്. ഒന്നും വിചാരിക്കരുത്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ ഈ കുട്ടികളെ പോലെയൊക്കെ സംസാരിക്കുന്ന അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കേണ്ടത്. യെസ്, ശാന്ത രാമചന്ദ്രൻ. Yes, sir. I reached the beach now. Okay. Wow, this high tide time now. It's going very high tide. Some people are trying to surfing there. So many foreigners also I am seeing there. Lot of people are there. Children and family, all the family members are enjoying the tide there in the sea. So it's very nice to watch this scene. The sunrising time. This time is we reached there. So very beautiful scene this. Lot of people are enjoying the tide. Very good, That's very all. good, very good. Adi Manoharam. Well done. So, Thank you, sir. okay. അവർ സംസാരിച്ച സമയത്ത് ഐ ആം സീയിങ് എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഒരിക്കലും ഐ ആം സീയിങ് എന്ന് പറയരുത്, ഐ സീ എന്ന് പറയും. ഓക്കെ, ചില വാക്കുകളുടെ കൂടെ ING ഫോം ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, സോ ഡോണ്ട് വറി, ഇറ്റ് വാസ് റിയലി
Absolutely fantastic talk, Mrs. Shanda Ramachandran. Congratulations for participating this talk show. Next, ഇനി ആരാണ് സംസാരിക്കുന്നത്? സംസാരിക്കാൻ അവസരം കിട്ടാത്ത ആളുകൾക്ക് കമോൺ. ചില ആളുകൾ ഇങ്ങനെ പറയും, സാർ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ എവിടെ ഒരു ചാൻസ് കിട്ടുന്നില്ല. അപ്പോ ഇവിടെ ഇതൊരു ചാൻസ് ആണ്, ഇതൊരു പ്ലാറ്റ്ഫോം ആണ്. ഒരു കമോൺ. നേരത്തെ ആക്ടിവിറ്റി. Good evening. Good evening. Good evening. Who is this? Miss Ria. Miss Ria. Come on, Miss Ria. Come on. Come on here. We can't see you. Come on here. Just keep your mobile phone properly. Okay. Sir. Okay, sir. You can start. Wow, what a wonderful scene there. Look at it there. There is sunrise. Sun is setting there. Sun is. I can see this much. So. You see only the sun. You see only the sky. Nothing there. Nothing more there in the sea. Started my words there. Okay, sir. What a wonderful! I heard one proverb, but time and tide never wait anyone. Okay, very fantastic this. Oh, look there. There is many children are swimming in the tide. Very beautiful. What a wonderful scene. And a fishing boat, a big ship, everything are. Look there, my friends. You see that before the time? Oh, what a beautiful scene, isn't it? Okay. Very This much good. enough, Very Masa. good, Miss Ria. Are you a teacher? Yes. നിങ്ങളുടെ സംസാരിക്കുന്നത് അത് I clear have ആണ്. been working for 15 years. First Okay, I Arabic, now I am handling Malayalam. Okay, thank you so much. Thank you so much, Ms. Ria, for joining us and participating in this imaginary talk. Next, who would like to speak? Hi. Hi, good Okay. evening, sir. Good evening. I'm Samira Okay. from Bahrain. Yes. Oh, beautiful sunset. Beach, many people, many childrens. Many Do you see any other thing? photos. Do you see anything else rather than the sunset? Fish boat, weather, beautiful sunset. Can you see some children playing with the kite or balloon? Many children, many couples. Very enjoy. And beach, very beautiful. ഓക്കെ വെരി ഗുഡ്. എന്തെങ്കിലുമൊക്കെ പറയാന്നുള്ളതാണ്. ഓക്കെ, ആദ്യത്തിൽ നമുക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും, അതെല്ലാം നമുക്ക് തിരുത്താൻ കഴിയില്ല. ബട്ട് യു ജസ്റ്റ് ട്രൈ ടു ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് ഗെറ്റ് ദ കോൺഫിഡൻസ്. ഒരിക്കൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ രസതന്ത്രം. യെസ്, നമ്മുടെ സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും അത്? സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് എങ്ങനെ പറയും? ഇറ്റ്സ് ഹൈ ടൈം. It's high time. Time is going on പറഞ്ഞൂടെ സാറേ? ടൈം ഈസ് ഗോയിങ് ഓൺ എന്ന് പറഞ്ഞാൽ സമയം പോയിക്കൊണ്ടിരിക്കുന്നു, സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഓക്കെ, Time is going on. Cross the limit. സമയം Cross the limit. ടൈം ക്രോസ്. ഓക്കെ, അങ്ങനെയൊക്കെ പറയാം. Time is going Time to over. Time is over. യെസ് നമുക്ക് ഇതൊരു Time exceeded. Time over. ടൈം എക്സീഡഡ്. നിങ്ങൾ തന്നെ കുറച്ചുകൂടി സമയം വേണം. നിങ്ങൾ തന്നെ വലിയ വലിയ പുലികളാണ്. നിങ്ങളുടെ അടുത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പഠിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ പഠിക്കാറുണ്ടെന്ന്. കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത്, കോളേജിൽ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവരോട് പറയുന്ന ഒരു ഡയലോഗാണ്, ഐ ലേൺ സംതിങ് ഫ്രം യു. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമാവും. സാറ് ഞങ്ങളടുത്ത് ഞങ്ങളെ പഠിപ്പിക്കല്ലേ, ഞങ്ങളടുത്ത് പഠിക്കേ. അപ്പോ നിങ്ങളടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാല് ഇപ്പോ പല കാര്യങ്ങളും ഓരോരുത്തർ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇറ്റ്സ് ഹൈ ടൈം വി സ്റ്റോപ്ഡ് ദിസ് സെഷൻ.
അങ്ങനെ ഒരു ഫ്രേസ് ഉണ്ട്, ഇറ്റ്സ് ഹൈ ടൈം എന്ന് വെച്ചിട്ടുള്ള. ഓക്കെ, അത് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി അടുത്തത് ആരാണ് ഇമാജിനറി ടോക്കിൽ പങ്കെടുക്കുന്നത്? സിജി സാവിയർ ആണോ അതോ ഫൗസി ആണോ ഹംദ ബത്തുൽ? ഞാൻ പറയാം സാർ. ഓക്കെ ഓക്കെ ഓക്കെ. What a beautiful scene now. It's the time of sunset. So many people will reach here to see this beautiful sight. I also wish so many days to reach here. I and my children were very thrilling to see that. Children were playing right, like writing Kadalama, and they are playing with the waves. And there so many sellers are here, like ice cream, peanuts, and so many toys are. And the kites were flying. The children were flying the kites. And so. വെരി ഗുഡ് ഫൗസിയ. അതില് സെല്ലേഴ്സ് എന്ന് പറഞ്ഞു അല്ലെ? അത് ഫൗസിയ ഉദ്ദേശിച്ചത് ഇതാണ്, വഴിയിലൊക്കെ നമ്മള് തെരുവിലൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വിൽക്കുന്ന ആളുകൾ ഉണ്ടാവില്ല, അവർക്ക് എന്താ പറയാ? ഒരു വേർഡ് ഉണ്ട് അതിന്, ആരാ പറയാ? ആ, ഹോക്കർ എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല. മിസ്റ്റർ റഷീദ്, ഹോക്കർ എന്നാണെന്നാണ് എന്റെ സംശയം. അത് HAWKER. ഓക്കെ ഓക്കെ, എന്തായാലും അത് തന്നെയാണ് വേർഡ്. അതിന്റെ ഉച്ചാരണം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഹൂ ഈസ് ഗോയിങ് ടു സ്പീക്ക് ഹിയർ? എല്ലാവരും വീഡിയോ ഒക്കെ ഓപ്പൺ ചെയ്തോളൂ കേട്ടോ, ഡോണ്ട് വറി. മലയാളം ഹോക്കറിന്റെ സാറേ, ആ ഹോക്കറിന്റെ മലയാളം സെല്ലർ, വഴിയോര കച്ചവടക്കാരനാണ് സാർ. വെരി ഗുഡ്, വഴിയോര കച്ചവടക്കാർ. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. ഇനി ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, റെജീന. When I was 30 years old, I went to sea with my sons. Yes. I saw several things. At that time, my small boy ran away to the sea and jumped in water. I follow him to catch him. At that time, we saw a ice cream seller in the hawker. വഴിയോരം എന്നാണ് ഉദ്ദേശിച്ചത്. At the street or on the beach? On the beach. That. Okay, very good. Congratulations, Regina, for having a stunning talk. Thank you so much. Next, who would like to speak? Sir, introduction മാത്രം പറയാൻ നോക്കൂ. Introduction. Grace from Dindigul in Tamil Nadu. Okay. What's your name? Grace Asir from Tamil Nadu, Dindigul in Tamil Nadu. My native is Pathanamthitta. All right. Okay, I joined this group, but I didn't join today. Just before I joined this Zoom meeting. Okay. Please. I am 68 years old. I am a homemaker. Okay. We have people here 78 and 81 like that. Don't worry. Okay, don't worry. Okay. It's nice. Enjoy. My ambition only to speak in good fluency in English. That's why I joined this group. Okay. This try group to is join very every day. nice. Yes, അവർ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. We went to morning today Sunday. That's why we went to church. Only 6 o'clock we reached home. I am a homemaker, 68 years old. I have 3 children, 2 sons and 1 daughter. All are married. Okay. Then every day I only 7:30 this group started. Okay.
Zoom meeting. 7:30. I joined this group. Okay. ബട്ട് ഇപ്പൊ ഈ പറയുന്ന എന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ എല്ലാരും സീഷോറെ കുറിച്ചും പിള്ളേർ കളിക്കുന്നൊക്കെ. So please listen, just listen to other people. Everybody, Yes, next sir. who is going to speak? Thank you, sir. Thank you, sir. Nice for me. Please Okay. keep your mic. Please keep your mic muted. Don't turn it on. Yes. പറഞ്ഞോളൂ. Hello, sir. Yes. I'm joined first time. Hello. ഇവിടെ ഇമാജിനറി ടോക്ക് പറയാൻ ഇനി അടുത്തത് ആരാണ്? അവര് മൈക്ക് ഓപ്പൺ ചെയ്യുക, പറയുക. Yes. There are a lot of people walking the seashore very happily, and some teenagers are walking groundnut munching, and children are playing football, and some kids are swimming at the seashore, near to seashore, and amazing sunset is looks like very beautiful. Some college students are sitting like lovebirds, and some old age people are walking through the sand to memorize in their childhood. That seashore is very beautiful, and some street vendors are sold the groundnut also, and that's all, sir. Very good, very That's good. all. She used another word for hawkers, vendors, street vendors. Very Okay, good. okay, sir. All right. Next. Sir. Yes. Who is going to speak? The beach. Okay, okay. I reached the beach. I saw so many children are playing the kite. Hawker is so many hawkers are selling the things. Okay, okay, Hamda Batul. Due to time limit, moving on to the next person. Sujata Kumar, you can speak. I think you tried, but somebody took yours. Okay, okay. Hamda Batul, really sorry. Yes, yes. Now I am standing on the seashore beach. There is very beautiful scenery we can see. Their sunset is very beautiful, and some street hawkers are selling something like ice cream, popcorn, peanut also, and some children are playing there, and some children are flying kites, and some people are walking through the seashore. Okay, thank you so much. Thank you so much, Sujata Kumar, for your continuous talk. Listen to my words. നമ്മൾ ഈ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ഓക്കെ പറയാം ലീല ഒരു മിനിറ്റ്, നിങ്ങൾക്ക് അടുത്ത് പറയാം, അടുത്ത് നിങ്ങൾ പറയും. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചില ഫ്രേസസ്, അതായത് നമുക്കൊരു പിടിവള്ളി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ സെന്റൻസ് പാറ്റേൺസ് ആണ് തരാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. ഐ ക്യാൻ സീ, എന്താ നിങ്ങൾ കാണുന്നത് പറയാം. ഓക്കെ, ഐ ക്യാൻ സീ 2 beautiful kids on the seashore. They are just making something. I don't understand what are they making. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പോവാ. ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒരു കാര്യം ഒരു ഐഡിയ സംസാരിക്കുമ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ടായിരിക്കണം അടുത്ത കാര്യം പറയേണ്ടത്. ഓക്കെ, ആ ഐഡിയ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ ഐഡിയയിലേക്ക് പോകാവൂ. അങ്ങനെ ഒരു 3 or 4 ഐഡിയ മാത്രമേ നിങ്ങൾ ചിന്തിക്കാവൂ. നിങ്ങൾക്കൊരു അടിപൊളി പബ്ലിക് സ്പീക്കർ അല്ലെങ്കിൽ നല്ലൊരു പ്രസന്റർ ആവണമെന്നുണ്ടെങ്കിൽ, ഒരു നല്ല പ്രസന്റേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഈ ഐഡിയ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അതായത് എന്താണ്, ഐഡിയ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക, മനസ്സിൽ വെക്കുക.
3 or 4 ഐഡിയ മാത്രം മതി. അപ്പൊ എങ്ങനെ കുട്ടികളുണ്ട്, ഈ ഐഡിയ മനസ്സിൽ വെക്കുക. ബാക്കി നിങ്ങൾ സംസാരിക്കണം. ഓക്കെ, കുട്ടികളുണ്ട്, ഒരു തിരമാലയെ പറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരും. തിരമാല. പിന്നെ നിങ്ങൾ പറയാൻ പോകുന്നത് മുകളിൽ ആകാശത്തെ കുറിച്ച്, പക്ഷികളൊക്കെ പറക്കുന്നുണ്ട്, കുറെ എന്ത് കാണുന്നുണ്ട്, കൈറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 3 ഐഡിയ മാത്രം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. സോ യു ക്യാൻ യൂസ് ഐ ക്യാൻ സീ, ഐ ക്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, there is a. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് കൺസ്ട്രക്ഷൻ ആണ്. there is a. ഓക്കെ, there is a shop, there is a tea shop near the, അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ there are, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ there are many, there are several, there are a plenty of. ഓക്കെ, സാന്ദർഭികമായി പറഞ്ഞതാണ്. ലീല പി, യു ക്യാൻ കണ്ടിന്യൂ. നമുക്ക് 6 മിനിറ്റും കൂടെ ഉള്ളൂ, അതിനുശേഷം കംപ്ലീറ്റ് അവസാനിക്കുന്നതാണ്. യെസ്, ലീല. I went a beach with my husband. Okay. Looking at the sea, there is no end. The waves are very high. Okay. Oh. Thank you so much, Leela madam. Next, moving on to another person. It was really nice talking. Khadija Hussain, you can speak. Yeah. My husband and with my family, my children, we went to beach. There are so many people on the seashore. We can see many kids are playing there, and youngsters also walking. Then very beautiful. Okay, thank you so much, Khadija Hussain. Thanks for your beautiful talk. Next. Okay. Hello. I went outside night, midnight. I can see and the moon and the star flashing and very beautiful, and the sky and sometimes very beautiful and the visibility, and the planet also. I think I imagine the swimming motion is going, and the Quran swimming fulluki palakin as well. Swimming motion is moving, and the planet also then, and the moon moving, and a little move, no moving, only earth moving. I am imagine moon moving. So because there is thank you, Mr. Fasiluddin, for your wonderful talk. Thank you so much. Due to time limit, moving on to the next person. What side it is? So many people are enjoying with the tides, with beautiful ones. Fishing boats are there. Birds are flying in the sky. Many children are playing with kites. So many shops are there. Children are buying peanuts. There is a balloon seller. Well done, Mrs. Bindu K. Thank you so much for your talk. Next, Mercy, are you speaking? Would you like to? Yes. Yes. Continue. I reached in seashore. I saw a lot of people in the shore. Some boats are going on the Very good, Mercy. Try to speak in a simple form. Just use V1, verb 1, and not verb 2, because this is happening now. So it's an imaginary talk. Thank you so much, Mercy. Due to time limit, moving on to Rajiv Jalla Lal. Sir, my name is Raji. I went to beach with my family. I can see beach very beautiful, very fantastic place. Several people are sitting on the sand.
Some hawkers are walking. Sun sets in the time I reach the beach. Very good. Due to time limit, moving on to another person. Siji Xavier or Shasina Aslam. Who would like to speak? Yes, come on. Now we are in hello. Yes, yes, yes. Continue. Okay, we reached the sunset beach now. It's a sunset time. Me, my husband, and my child is there. We are enjoying the beauty of nature. My son is trying to write his name in the seaside, but the water came and the Very name good. again. He's write the name. That's all. Well done, Siji Xavier. We have only 1 Now minute. I am sitting in the hello. Yes, Now I yes. am sitting in the seashore. My husband and my granddaughters and my daughter is with me. Now my grandchildren are running and playing in the sand, and sometimes they are running towards the sea. So I am very afraid of that. Sometimes I calling to backward, and now I see, first time I see the sunset. The sky are very beautiful. Some watch clock is running the light, and that is very beautiful. The seashore is very beautiful. Very good. Thank you so much. Next, who would like to speak? Just turn on your mic and speak. We have only 1 minute. Yes, yes. I can see beaches are beautiful. When children love to play there. There is foreigners coming. It is Very good. Very good. Next, you can speak without any permission. Yes. Next. Continue. Who would like to speak? Less than 1 minute. Sir, Yes, yes. when I reached the beach, the sun is going to set.